ഞാനൊരു പിറന്നാൾ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. ഞാൻ പിറന്നത് കർക്കിടകം എന്ന് പറഞ്ഞ മാസത്തിലാണ്. കർക്കിടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഥ വേറെയുണ്ട്. ഈ കർക്കിടകം ഞങ്ങൾ നാട്ടിൻപുറത്തുകാർ, ഗ്രാമവാസികൾ, ഇടത്തരക്കാർ, ഞങ്ങൾക്ക് ഒരു പഞ്ഞമാസം, ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഉള്ള കാലം. ചിങ്ങമാസം ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊയ്ത്തുണ്ടാവാം, നെല്ലുണ്ടാവാം. കർക്കിടകത്തിൽ ചിലപ്പോൾ കൃഷി പഴയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അരിയും നെല്ലും എത്തില്ല. ഇടത്തരക്കാരുടെയൊക്കെ വീടുകളിൽ അതായിരിക്കും സ്ഥിതി. അപ്പം അത് ഞാൻ 4ാമത്തെ കുട്ടിയാണ് വീട്ടിൽ. 4 ആൺകുട്ടികളിൽ 4ാമത്തവനാണ്, ഏറ്റവും താഴെയുള്ളവൻ. ഈ കുട്ടിയുടെ ഒരു പിറന്നാൾ ആഘോഷിക്കാനൊന്നും ആരും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത്. സ്കൂളിൽ പോകുമ്പോഴും കോളേജിലെത്തിയിട്ടുമൊന്നും അങ്ങനെ ഒരാഘോഷം ഉണ്ടായിട്ടില്ല, അതിനൊരവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ ഒരു വേദി ഒരുക്കുക, ഞാൻ ബഹുമാനിക്കുന്ന സുഹൃത്തുക്കളെ ക്ഷണിക്കുക, ഇതൊക്കെ ചെയ്ത് വളരെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. കാരണം കുട്ടിക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ അകലെ നിന്ന് മാത്രം കാണുന്നത്. അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ കുട്ടികളുടെ ബാലപംക്തിക്ക് എഴുതിയിട്ടുള്ള കഥകളാണ്. വാര്യത്തെ കുട്ടി രാമായണൻ എന്നൊക്കെ പറഞ്ഞ ചില പേരുകൾ ഇപ്പോൾ അടുത്ത കാലത്താണ് വന്നത്. അവർ ബാലപംക്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പല കൃതികളുണ്ട്. മൃഗങ്ങളെ ഒക്കെ കഥാപാത്രങ്ങളാക്കി. ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് അനേകം കൈകൾ മാറിയിട്ട് ശേഷം. അങ്ങനെ ഇതിൽ നിന്ന് വായനയുടെ ഒക്കെ ലോകത്തിൽ നിന്നകന്ന് തനി ഗ്രാമീണനായിട്ട് ജീവിച്ചവനാണ് ഞാൻ. ഞങ്ങളുടെ രീതി എന്താണെന്ന് വെച്ചാൽ 2 പേർ 3 പേർ ഒക്കെ കന്നാലികളുണ്ടാവും. ഇവരെ തൊട്ടടുത്ത് പുഴയാണ്, പുഴയിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കുളിപ്പിച്ച് കൊണ്ടുവരുന്നു. ഇതിന് മുതിർന്ന ആണുങ്ങൾ, അമ്മാവന്മാർ ശ്രമിക്കുമ്പോൾ അന്നുള്ള കുട്ടികളെ വിളിക്കുമ്പോൾ നീ. അപ്പോൾ പിന്നാലെ ഒരു കുട്ടി ആരെങ്കിലും നടന്നിട്ട് ഇതിനെ ഇരുവശത്തുള്ള ഈ നെല്ല് അത് കടിക്കാൻ ചാൻസ് കൊടുക്കാതെ അതിനെ അടിച്ച് ഓടിക്കാനും സഹായിക്കണം. മറുകരയിലെത്തിയാൽ ഈ പയ്യനെ നോക്കും. കാരണം അമ്മ തിരക്ക് ഉള്ളിലുണ്ടാവും, തിരക്കടില്ല. വേണം ഈ കന്നാലിനെ 2-3 വരമ്പ് കടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാതെ കൊണ്ടുപോകുന്നില്ല. അവനെ സംഘത്തിൽ പെടുത്താവുന്ന ഒരാൾ, കൃഷിയിലൊക്കെ പെടുത്താവുന്ന ഒരാൾ എന്നവർക്ക് തോന്നുന്നു. അങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു കുട്ടിയുടെ പിറന്നാൾ എന്നൊരു പ്രശ്നമല്ല. കുട്ടി വലുതായി കഴിഞ്ഞാലും ഒരു പിറന്നാളിനെ പറ്റിയിട്ടൊരു ചിന്ത വരുന്നില്ല. ഇവിടെ അത്ഭുതകരമായ രീതിയിൽ ഒരു ആഘോഷം, പിറന്നാൾ ആഘോഷം നടത്തുന്നു. അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ആളാണ്. ഈ പറഞ്ഞ കൃഷിക്കാരൻ്റെ എല്ലാ തരത്തിലുള്ള ദൈന്യവും അനുഭവിച്ച്
വന്ന ഞാൻ ഈ കർക്കിടകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളെയെല്ലാം കാണുന്നു. അതിൽ വളരെ പ്രിയപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ട് മനസ്സിൽ വണങ്ങി അവർക്ക് വേണ്ടി കൂടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ വെച്ചുകൊണ്ട് ഞാൻ മാതൃഭൂമിക്ക് നന്ദി പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വീടായിരുന്നു. പിൽക്കാലത്ത് കയറിപ്പറ്റിയ ഒരു വീട്. എല്ലാ സ്നേഹവും എല്ലാ കരുതലും നൽകിയ വീട്. അൺമറഞ്ഞു പോയ അതിൻ്റെ സാരഥികളെ ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.